ബി എസ് സി നഴ്സിംഗിന്റെ അവസരങ്ങൾ, സ്കോപ്പ് ഓഫ് ബി എസ് സി നഴ്സിംഗ്, സോറി ബി എസ് സി നഴ്സിംഗ് അല്ല, നഴ്സിംഗ്, നമുക്കത് മതി. അപ്പൊ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നഴ്സിംഗ് ഭയങ്കര പാടാണ്, ഭയങ്കര ടഫാണ്. സോ ഞാൻ പറയുന്നു നഴ്സിംഗ് വലിയ പാടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്നെ തെറി പറയാൻ കുറെ ആൾക്കാരുണ്ടാവും, എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ പറയണ അത്ര പാടൊന്നുമില്ല. അല്ലാണ്ട് ഭയങ്കര പാടാണ്, നിങ്ങൾ പെട്ടുപോകും, ഒരു 4 വർഷം നിങ്ങൾക്ക് ശ്വാസം വിടാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല. മനുഷ്യന്മാരൊക്കെ തന്നെയല്ലേ ഇത് പഠിക്കുന്നത്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റിനോട് അപ്രോച്ച് ചെയ്യുക, ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ ഇടുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസരങ്ങൾ എന്തൊക്കെയാണ് ബി എസ് സി നഴ്സിംഗിന്റെ. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ടേക്ക് വീഡിയോ ഇടണോ വേണ്ടയോ എന്ന് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്റെ പല വീഡിയോസിലും ചില ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, കണ്ണിന്റെ അടിയിൽ എന്താ ഈ ഒരു പാടെന്ന്. സോ ഞാൻ 2018 to 2022 എന്റെ നഴ്സിംഗ് എഡ്യൂക്കേഷന്റെ കാലഘട്ടമായിരുന്നു. അന്ന് ഞാൻ നേടിയെടുത്ത സമ്പാദ്യമാണിത്. അപ്പൊ ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണുമല്ലോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സ്കോപ്പ് ഓഫ് നഴ്സിംഗ്. അപ്പൊ നഴ്സിംഗിന്റെ സ്കോപ്പ് നമുക്ക് ബി എസ് സി നഴ്സിംഗിന് സ്റ്റാർട്ട് ചെയ്യണോ, GNM സ്റ്റാർട്ട് ചെയ്യണോ, MSc സ്റ്റാർട്ട് ചെയ്യണോ? അപ്പൊ നമുക്ക് 3 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ബി എസ് സി നഴ്സിംഗ് പഠിച്ചാൽ നമുക്ക് ഒരു നമ്മുടെ എഡ്യൂക്കേഷൻ ലെവലിൽ MSc പഠിക്കാം. MSc പഠിച്ചിട്ട് നമുക്ക് PhD എടുത്ത് ഡോക്ടറേറ്റ് ലെവലിലാവാം. അതുപോലെ നമുക്ക് ലാറ്ററൽ എൻട്രി MBBS കയറിയിട്ട് നമുക്ക് ഡോക്ടറും ആവാം. സിമ്പിൾ അല്ല, പഠിക്കണം. ഓക്കെ. അപ്പൊ നമ്മുടെയൊക്കെ BSc കഴിഞ്ഞ് MSc എടുക്കുമ്പോൾ നമുക്ക് ലെക്ചറായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. കേരളത്തിലൊക്കെ ഒരു കോളേജിൽ, നഴ്സിംഗ് കോളേജിൽ നമുക്ക് ലെക്ചറായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ സാധിക്കും. GNM എടുത്തവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ബെറ്റർ ടു ചൂസ് BSc എടുക്കുവാണെങ്കിൽ നിങ്ങളുടെ GNMകാർക്ക് ഇത്ര ഓപ്പർച്യൂണിറ്റീസ് തുറന്നിട്ടുണ്ട്. അപ്പോൾ BSc എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസ് തുറക്കും. അതാണ് ആളുടെ വ്യത്യാസം. വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും ഇറ്റ്സ് ഡിഫറെന്റ്. നിങ്ങൾ ഇന്ത്യയിൽ ഒരു കോളേജിൽ നിന്നും BSc നഴ്സിംഗ് പഠിച്ച് ഇറങ്ങിയ ഒരാൾക്ക് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ കേരള രജിസ്ട്രേഷൻ ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഏതൊരു സ്റ്റേറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അവിടുത്തെ രജിസ്ട്രേഷൻ ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് നമുക്ക് അവിടെ രജിസ്റ്റേർഡ് നേഴ്സ് ആവാൻ സാധിക്കും. നമുക്ക് ഇപ്പോൾ ക്ലിനിക്കൽ മേഖലയിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് സ്കൂളുകളിൽ എഡ്യൂക്കേറ്റർ ആയിട്ട്, ഞാൻ പഠിച്ച സ്കൂളിൽ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ എഡ്യൂക്കേറ്ററും കൗൺസിലറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ നഴ്സിംഗിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബട്ട് ഇൻഡസ്ട്രിയൽ നഴ്സിംഗിലെ ഓപ്പർച്യൂണിറ്റി ഏറ്റവും കൂടുതൽ നല്ല സാലറിയോട് കൂടിയുള്ള ഓപ്പർച്യൂണിറ്റി സൗദിയിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് മെയിൽസിനാണ് ഏറ്റവും ഉചിതം എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. സോ നെക്സ്റ്റ് ഒരു കാറ്റഗറിയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള എയിംസ് ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആണെന്ന് പറയാൻ ആവുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. പക്ഷെ അതിനുള്ള എൻട്രൻസും കാര്യങ്ങളും അതിന്റെ റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ വേണം. അതിനുള്ള എലിജിബിലിറ്റി നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. എയിംസിലും നമുക്ക് രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ അടുത്തൊരു ഫീൽഡാണ് മിലിറ്ററി നഴ്സിംഗ്. അതുപോലെ മിലിറ്ററിയിൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ നേഴ്സ് അതൊരു നല്ലൊരു ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പക്ഷേ ഇത് മെയിൽസിനില്ല, ഓൺലി ഫോർ ഫീമെയിൽസ്. മിലിറ്ററിയുടെ യൂണിഫോം ഒക്കെ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്. ഞാൻ വർക്ക് ചെയ്ത് വന്ന ഹോസ്പിറ്റലിൽ എന്റെ നഴ്സിംഗ് സൂപ്രണ്ട് ഒരു റിട്ടയർഡ് ആർമി മിലിറ്ററി ഓഫീസർ ആയിരുന്നു. അവിടെ മിലിറ്ററി നേഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ അടുത്തൊരു കാറ്റഗറിയാണ് ഇന്ത്യൻ റെയിൽവേയിൽ ധാരാളം നഴ്സസിന്റെ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, പഠിച്ചിറങ്ങി നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെയിൽവേയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അതും ഒരു ഗവൺമെന്റ് ജോബാണ്, സെൻട്രൽ ഗവൺമെന്റ് ജോബാണ്. അപ്പൊ നിങ്ങൾക്ക് ഗവൺമെന്റ് സെക്ടറിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ആംബുലൻസ്, നമുക്ക് എമർജൻസി മെഡിക്കൽ സർവീസ് എന്നുള്ള കോഴ്സ് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് കോഴ്സൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആംബുലൻസ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അത് ഏറ്റവും ബെറ്റർ, മെയിൽസ് അത് സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഫീമെയിൽസും ഉണ്ട്, പക്ഷേ ഏറ്റവും സ്യൂട്ടബിൾ അത് മെയിൽസിനാണ്. സോ നിങ്ങൾക്ക് ആംബുലൻസ് നേഴ്സായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത്രയും കാര്യം ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ചിന്തിക്കേണ്ടാവും എബ്രോഡ് കാര്യം എന്താ പറയാത്തത്. അപ്പൊ നമുക്ക് എബ്രോഡ് കാര്യത്തിലേക്ക് പോവാം. സോ എബ്രോഡ്, ഒരു നേഴ്സിന് എബ്രോഡ് പോകണമെങ്കിൽ ആ ഒരു കൺട്രിയുടെ റിക്വയർമെന്റ്സ് അത്യാവശ്യമാണ്. അതിൽ വരുന്നതാണ് OET IELTS റിക്വയർഡ് സ്കോർ വേണം നിങ്ങൾക്ക്. UK, അയർലൻഡ്, ഓസ്ട്രേലിയ, കാനഡ ഒക്കെ നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് പഠിച്ചിറങ്ങി കഴിയുമ്പോൾ നിങ്ങൾ OET സ്കോർ നിങ്ങൾ നേടിയെടുക്കണം, ഒരു IELTS സ്കോർ നിങ്ങൾ നേടിയെടുക്കണം. ഓസ്ട്രേലിയ അതുപോലെ തന്നെ അമേരിക്കയ്ക്കൊക്കെ പോകാനാണെങ്കിൽ NLXR ഒരു എക്സാം ഉണ്ട്, അതും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് എബ്രോഡ് പോകാൻ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ എബ്രോഡ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ സാലറിയും കാര്യങ്ങളൊക്കെ, നിങ്ങൾക്ക് ഒരുപാട് സാലറിയും കാര്യങ്ങളും ഇവിടത്തെ വെച്ച് കമ്പയർ നോക്കുമ്പോൾ ഒരുപാട് സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എബ്രോഡ് പോകുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 80% നഴ്സിംഗ് കഴിഞ്ഞ എല്ലാവരും എബ്രോഡാണ് നോക്കുന്നത്. ബാക്കി ഒരു 20% നമ്മുടെ നാട്ടിൽ നോക്കുന്നുണ്ട്. പുറത്തേക്ക് പോകാൻ താല്പര്യമില്ലാത്തവർ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഗവൺമെന്റ് സെക്ടറിലും സെൻട്രൽ ഗവൺമെന്റ് ഫീൽഡിലൊക്കെ നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾ അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് കിട്ടും. അതുപോലെ തന്നെ പുറത്തേക്ക് പോകാനുള്ളവരാണ്, നിങ്ങൾക്ക് യൂറോപ്യൻ സ്റ്റൈലിൽ വർക്ക് ചെയ്യണം, നിങ്ങൾക്ക് യൂറോപ്യൻ എക്സ്പോഷർ വേണം, നിങ്ങൾക്ക് വേ ഓഫ് ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം എന്നുള്ളൊരു ഇതാണെങ്കിൽ നിങ്ങൾക്ക് OET IELTS ചെയ്തിട്ട് നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ പോവാം. അതുപോലെ തന്നെ നമുക്ക് അറേബ്യൻ കൺട്രീസിൽ പോകാൻ പറ്റും, ഗൾഫിൽ പോവാം. അതുപോലെ സൗദി അറേബ്യയിലൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നഴ്സിംഗിന്. അപ്പം അതും നല്ലൊരു ഓപ്ഷൻസ് ആണ്.
സോ ഇതൊക്കെയാണ് നേഴ്സിന്റെ ഓപ്പർച്യൂണിറ്റി. നമുക്ക് ഒരു നേഴ്സ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഡെഫിനറ്റ്ലി അവർക്ക് ഒരു ജോബ് കിട്ടും. നിങ്ങൾക്ക് എങ്ങനെ പോയാലും നിങ്ങൾക്ക് എവിടെ ചെന്നാലും നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടും. അതാണ് നേഴ്സിംഗിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ബാക്കിയുള്ള ഒരു കോഴ്സിനെ ഞാൻ കുറ്റം പറയുന്നതല്ല, റിയാലിറ്റി ഇതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.